കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്ന വചനങ്ങൾ, ആ വചനത്തിൻ്റെ ആഗമന ഉദ്ദേശം ഇപ്രകാരമാണ്: പ്രത്യാശ ഉള്ളവരായിരിക്കുക. ഹല്ലേലൂയ. വചനം ഇപ്രകാരമാണ്: കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കിലേക്ക് നയിക്കും. അവരുടെ വഴി സുമങ്ങമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്, എബ്രായി എൻ്റെ ആദിജാതനും. ജെറമ്യ 31:9. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും, അഹറോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും. 119 സങ്കീർത്തനം 12 വാക്യം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. റോമ 5:5. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. യെശയ്യാ 59:1. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. പുറപ്പാട് 14:14. എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഫിലിപ്പിയർ 4:13. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. യോഹന്നാൻ 14:1. ഈ വചനം കർത്താവിൻ്റെ വചനം. ഈ വചനത്താൽ നിങ്ങളെല്ലാം കർത്താവ് ശുദ്ധീകരിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്താൽ നിങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മളുടെ എല്ലാം ജീവിതത്തിൽ നമ്മളിൽ വന്ന് സംഭവിക്കാനിരിക്കുന്ന എല്ലാ നന്മകളുടെയും ഉറവിടമാണ് കർത്താവിൻ്റെ വചനം. ഈ വചനത്തെ നമ്മൾ മുറുകെ പിടിക്കണം. ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കണം. ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മളെ ശക്തനാക്കുന്നതിലൂടെ നമുക്കെല്ലാം ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വചനത്തിൻ്റെ പൊരുളുകൾ തിരിച്ചറിയുവാനുള്ള കൃപ കർത്താവിൽ നിന്ന് നമ്മൾ വാങ്ങിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ദൈവം ശക്തനാണ്. നമ്മുടെ ദൈവത്തിന് അസാധ്യമായി ഭൂമിയിൽ ഒന്നുമില്ല. ഏത് സാഹചര്യങ്ങളിലായിരുന്നാലും അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് വേണ്ട എല്ലാ നന്മകളും കൊണ്ട് ദൈവം നിറയ്ക്കും. പക്ഷേ ഒരു കാര്യം, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോട് വിശ്വാസം അർപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടിയുറച്ച വിശ്വാസം. ഇനി എന്തായാലും ഞാൻ എൻ്റെ കർത്താവിൽ നിന്ന് മാറിപ്പോകത്തില്ല എന്ന പൂർണ്ണ വിശ്വാസത്തിൽ നമ്മൾ അടിയുറച്ച് നിൽക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ കുടുംബം രക്ഷ പ്രാപിക്കണമെങ്കിൽ നമ്മൾ കർത്താവായ യേശുവിൽ വിശ്വസിച്ചേ മതിയാവൂ. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം നമ്മളുടെ ജീവിതങ്ങളിലെല്ലാം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണയിലും വിശ്വസ്തതയിലും നമ്മളെല്ലാവരും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്നോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തിയേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവരെ എല്ലാം അനുഗ്രഹിക്കണമേ. അവരുടേതായ എല്ലാ ആവശ്യങ്ങൾക്കും അങ്ങ് മതിയായവനാണല്ലോ. കർത്താവേ, അവരുടെ ആവശ്യങ്ങളെല്ലാം അങ്ങ് നടത്തി കൊടുക്കണമേ. അങ്ങയുടെ സ്നേഹം കൊണ്ട് അവരെ മൂടണമേ. ആത്മാവിൻ്റെ നിറവ് അവരുടെ മേലുണ്ടായിരിക്കണമേ. എന്നും എപ്പോഴും അങ്ങയുടെ സാന്നിധ്യം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായം കഴിഞ്ഞ യുവാക്കന്മാരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവർക്ക് ചേർന്ന ജീവിതാന്തസ്സിന് ചേർന്ന വിധം വധുവരന്മാരെ നൽകി അനുഗ്രഹിക്കണമേ. വിവാഹത്തിന് വന്നിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും എടുത്തുമാറ്റി കർത്താവെ ആ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. പരിശുദ്ധനും നീതിമാനുമായ സ്വർഗീയ പിതാവേ, മക്കളില്ലാത്ത ദമ്പതികളെ സമർപ്പിക്കുന്നു. പിതാവേ, കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. ജോലിയില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. കർത്താവേ, അതുപോലെ പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അവരുടെ എല്ലാം കൂടി ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഹല്ലേലൂയ. പരിശുദ്ധനും നീതിമാനുമായ സ്വർഗീയ പിതാവിൻ്റെ നിസ്സീമമായ സ്നേഹത്താൽ എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഒപ്പുവിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.